നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് +1 പഠിക്കാനുള്ള ഇൻ തണ്ടർ ലൈറ്റ്നിങ് ആൻഡ് റെയിൻ എന്ന ഡോക്യുമെൻ്ററിയെ കുറിച്ചാണ്. ഇത് വെല്ലുവിളികളെ മറികടന്ന 3 സ്ത്രീകളുടെ ജീവിതങ്ങൾ ചിത്രീകരിക്കുന്ന ഡോക്യുമെൻ്ററിയാണ്. അതിജീവനത്തിൻ്റെ നേർസാക്ഷ്യമാണ് ഈ ഡോക്യുമെൻ്ററി. നമുക്കിതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടക്കാം. സിനിമ എന്നത് വിനോദത്തിൻ്റെ മാത്രം മാധ്യമമല്ല. അത് സമൂഹത്തിൻ്റെ ചരിത്രവും സംസ്കാരവും മനുഷ്യജീവിതവും പ്രകൃതിയും കാലഘട്ടവും ഒക്കെ രേഖപ്പെടുത്തുന്ന ശക്തമായ ദൃശ്യഭാഷ കൂടിയാണ്. ഈ ദൃശ്യഭാഷയുടെ ഏറ്റവും യഥാർത്ഥ ആവിഷ്കാര രൂപമാണ് ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ആധാര ചിത്രം എന്ന് പറയുന്നത്. യഥാർത്ഥ സംഭവങ്ങളെയും വ്യക്തികളെയും സ്ഥലങ്ങളെയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും വസ്തുതാപരമായി അവതരിപ്പിക്കുന്ന കഥേതര ചലച്ചിത്ര രൂപമാണ് ഡോക്യുമെൻ്ററി എന്ന് പറയപ്പെടുന്നു. യാഥാർത്ഥ്യത്തെ ആസ്പദമാക്കി ഗവേഷണാത്മകമായും നിർമ്മിക്കപ്പെടുന്ന ഈ ചലച്ചിത്ര രൂപം പ്രേക്ഷകർക്ക് അറിവ് പകർന്നു നൽകുന്നതിനും സാമൂഹിക പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നതിനും ചരിത്ര സംഭവങ്ങളെ രേഖപ്പെടുത്തുന്നതിനുമൊക്കെ സഹായിക്കുന്നുണ്ട്. ഡോക്യുമെൻ്ററികൾ സമൂഹത്തിൻ്റെ കണ്ണാടിയായും ചരിത്രത്തിൻ്റെ രേഖയുമൊക്കെ ആയിട്ട് പറയപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസം, പരിസ്ഥിതി, സംസ്കാരം, ശാസ്ത്രം, രാഷ്ട്രീയം തുടങ്ങി മറ്റനേകം മേഖലകളിൽ ജനങ്ങളെ ചിന്തിപ്പിക്കാനും സാമൂഹ്യ മാറ്റങ്ങൾക്ക് പ്രചോദനമേകാനും ഒക്കെ ഡോക്യുമെൻ്ററികൾക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലോകത്ത് വിവരവിനിമയത്തിൻ്റെയും ബോധവൽക്കരണത്തിൻ്റെയും ഏറ്റവും ശക്തമായ ഒരു ദൃശ്യ രൂപമായിട്ട് ഡോക്യുമെൻ്ററിയെ കണക്കാക്കപ്പെടുന്നു. ഈ ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ രാജേഷ് ജെയിംസ് ആണ്. സ്ത്രീയുടെ അതിജീവന ശേഷിയുടെയും ആത്മാഭിമാനത്തിൻ്റെയും സ്വാതന്ത്ര്യബോധത്തിൻ്റെയും ഒക്കെ ശക്തമായ ദൃശ്യാവിഷ്കാരമാണ് ഈ ഡോക്യുമെൻ്ററി. ജീവിതത്തിലെ അനവധി പ്രതിസന്ധികളെയും ദുരിതങ്ങളെയും ആത്മവിശ്വാസത്തോടെയും പ്രത്യാശയോടെയും ഒക്കെ നേരിട്ട് മുന്നേറിയ 3 സ്ത്രീകളുടെ അസാധാരണമായ ജീവിതയാത്രയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഈ ഡോക്യുമെൻ്ററി തുറന്നു കാട്ടുന്നത്. ചിത്രത്തിൽ ഈ 3 സ്ത്രീകളെ ഇടി, മിന്നൽ, മഴ എന്നീ പ്രകൃതി പ്രതിഭാസങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ്. പ്രകൃതിയുടെ ശക്തമായ പ്രതീകങ്ങൾ അവരുടെ വ്യക്തിത്വത്തെയും പോരാട്ട വീര്യത്തെയും അതിജീവന മനോഭാവത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നു. ജീവിതത്തിലെ വെല്ലുവിളികളെ പരാജയങ്ങളായി കാണാതെ അവയെ വളർച്ചയുടെയും ആത്മസാക്ഷാത്കാരത്തിൻ്റെയും അവസരങ്ങളാക്കി മാറ്റുന്ന സ്ത്രീ ശക്തിയുടെ പ്രതീകങ്ങളായിട്ടാണ് അവർ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് ഡോക്യുമെൻ്ററി 3 സ്ത്രീകളുടെ ജീവിത കഥകളുടെ അവതരണം എന്നതിലുപരി പ്രതിസന്ധികളെ അതിജീവിച്ച് സ്വത്വം കണ്ടെത്തുകയും ആത്മാഭിമാനത്തോടെ ജീവിതത്തെ പുനർനിർമ്മിക്കുകയും ചെയ്യുന്ന സ്ത്രീ ജീവിതത്തിൻ്റെ ആഘോഷമാണ്. സ്ത്രീയുടെ ഇച്ഛാശക്തിയെയും ആത്മവിശ്വാസത്തെയും സാമൂഹിക പ്രതിബന്ധങ്ങളെ മറികടക്കാനുള്ള ശേഷിയെയും ഒക്കെ ഈ ചിത്രം അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ ഡോക്യുമെൻ്ററിയുടെ ഒരു അടിത്തറയ്ക്ക് പ്രചോദനമായത് മാക്ബത്ത് എന്ന നാടകത്തിലെ 3 മന്ത്രവാദിനികളാണ് എന്ന് പറയുന്നുണ്ട്. അവരുടെ ഒരു സാന്നിധ്യത്തെ ആധുനിക ജീവിതത്തിലെ 3 സ്ത്രീകളുടെ അനുഭവങ്ങളുമായി സൃഷ്ടിപരമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് സംവിധായകൻ തൻ്റെ 3 മന്ത്രവാദിനികളുടെ കഥയ്ക്ക് രൂപം നൽകുന്നത്. കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് ഈ ഡോക്യുമെൻ്ററി ഒന്ന് പരിശോധിക്കാം. ഇതിലെ തണ്ടർ എന്ന ഭാഗത്ത് അവതരിപ്പിക്കുന്നത് മുൻ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരവും വനിതാ ഫുട്ബോൾ കോച്ചുമായ സീന സേവിയുടെ ജീവിതമാണ്. സ്ത്രീകൾ ഫുട്ബോൾ കളിക്കുമോ എന്ന സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് സ്വന്തം നേട്ടങ്ങളിലൂടെ മറുപടി നൽകിയ വ്യക്തിയാണ് അവർ. ബാല്യകാലത്തിൽ അമ്മ സ്വന്തം ഭർത്താവിൽ നിന്ന് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിനേക്ക് അത് വല്ലാതെ സ്വാധീനിച്ചു. അത് വിവാഹം കഴിക്കാതിരിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് അവരെ നയിച്ചത്. കായിക രംഗത്ത് പുരുഷന്മാർക്കൊപ്പമോ അതിലപ്പുറമോ സ്ത്രീകൾക്ക് കഴിവ് തെളിയിക്കാൻ കഴിയുമെന്ന ഒരു വലിയ സന്ദേശമാണ് സീനയുടെ ജീവിതം നൽകുന്നത്. ഇടി എന്നത് ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും പ്രഖ്യാപനത്തിൻ്റെയൊക്കെ പ്രതീകമാണ്. സമൂഹത്തിൻ്റെ മുൻവിധികളെയും ലിംഗവിവേചനത്തിനെയൊക്കെ ചോദ്യം ചെയ്ത് സ്വന്തം വ്യക്തിത്വം ഉറപ്പിച്ച സീന സേവിയുടെ ജീവിതം ഇടിയുടെ ഈ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് കായിക രംഗത്ത് തുല്യമായ അവസരങ്ങളും അംഗീകാരവും ഒക്കെ ലഭിക്കണമെന്ന് അവരുടെ ജീവിതം ശക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനാൽ ഇടി സമൂഹത്തോടുള്ള വെല്ലുവിളിയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്.
അടുത്തത് മഴയെക്കുറിച്ച് പറയാം. റെയിൻ. മഴ പൊതുജീവൻ്റെയും പ്രത്യാശയുടെയും വളർച്ചയുടെയും പ്രതീകമാണ്. ഈ ഭാഗത്ത് മത്സ്യത്തൊഴിലാളിയും നാടൻപാട്ട് ഗായികയുമായ അമ്മിണി അമ്മയുടെ ജീവിതത്തെ ആവിഷ്കരിക്കുന്നു. കുടുംബത്തിലെ ദാരിദ്ര്യം കാരണം വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല എങ്കിലും ജീവിതാനുഭവങ്ങളിലൂടെ അവർ വലിയ വിശാലമായ അറിവിൻ്റെ ലോകം സ്വന്തമാക്കിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ ഒരു പുരുഷാധിപത്യ മനോഭാവത്തെയും സ്ത്രീ എത്ര അധ്വാനിച്ചാലും അതിനെ വില കുറച്ച് കാണുന്ന സമൂഹത്തിൻ്റെ ഒരു സമീപനത്തെയും അവർ ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. തൊഴിലെന്നത് അഭിമാനമാണെന്നും ജീവിതത്തെ സമീപിക്കുന്ന രീതിയിൽ നിന്നാണ് സന്തോഷമുണ്ടാവുന്നതെന്നും തൻ്റെ ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് അമ്മിണിയമ്മ. മത്സ്യം പിടിക്കുമ്പോഴും പാട്ട് പാടിക്കൊണ്ട് ജീവിതത്തെ ആഘോഷമാക്കുകയാണ് അവർ ചെയ്യുന്നത്. അമ്മിണിയമ്മയുടെ ജീവിതം അധ്വാനത്തെയും ലാളിത്യത്തെയും പ്രകൃതിയുമായിട്ടുള്ള ഒരു കൂടിച്ചേരലിനെയും ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. ദാരിദ്ര്യത്തിനിടയിലും പാട്ടിലൂടെയും ജോലിയിലൂടെയൊക്കെ സന്തോഷം കണ്ടെത്തുന്ന അവരുടെ ജീവിതം മനുഷ്യൻ്റെ യഥാർത്ഥ സമ്പത്ത് മനോഭാവമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഴ എന്നത് ജീവിതത്തെ പുതുക്കുന്ന പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്. ഇനി നമ്മൾ പറയുന്നത് മിന്നലിനെ കുറിച്ചാണ്. ലൈറ്റ്നിങ്. മിന്നൽ ഇരുട്ടിനെ കീറി മുറിച്ച് വെളിച്ചം പകരുന്ന പ്രതിഭാസമല്ലേ? ശ്മശാനത്തിൽ മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്ന ജോലി ചെയ്യുന്ന സെലീന മൈക്കിൾ എന്ന സ്ത്രീയുടെ ജീവിതമാണ് ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നത്. അവർ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. മരിച്ചവരെയല്ല, രണ്ടു കാലിൽ നടക്കുന്ന മനുഷ്യരെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ ഈ വാക്കുകളിൽ ജീവിതാനുഭവങ്ങളുടെ തീക്ഷ്ണത വെളിപ്പെടുന്നുണ്ട്. വർഷങ്ങളോളം ഭർത്താവിൽ നിന്ന് ക്രൂരമായ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നുവെങ്കിലും ഒടുവിൽ അതിനെതിരെയൊക്കെ ധൈര്യത്തോടെ ശക്തമായി നിലകൊള്ളാൻ അവർക്ക് കഴിഞ്ഞു. തൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് തൻ്റെ തൊഴിലിൽ തുടരുന്ന ഈ സെലീന പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് മുന്നേറുന്ന സ്ത്രീ ശക്തിയുടെ ഉജ്ജ്വലമായ അടയാളമായിട്ട് മാറുന്നുണ്ട്. ഇരുട്ടിൽ നിന്ന് ആത്മാഭിമാനത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കൊക്കെ നടത്തിയ യാത്രയെ പ്രതിനിധീകരിക്കുന്നുണ്ട് സെലീനയുടെ ജീവിതം. സമൂഹം അകറ്റി നിർത്തുന്ന തൊഴിൽ അഭിമാനത്തോടെ ഏറ്റെടുത്ത അവർ ഭയത്തെ അതിജീവിച്ച മനുഷ്യധൈര്യത്തിൻ്റെ പ്രതീകമായി മാറുന്നു. മിന്നൽ എന്നത് ആത്മബോധത്തിൻ്റെയും മോചനത്തിൻ്റെയും ധീരമായ മാറ്റത്തിൻ്റെയും പ്രതീകമായിട്ട് നമുക്ക് വായിച്ചെടുക്കാം. സ്ത്രീയുടെ അതിജീവനവും ആത്മാഭിമാനവും സ്വാതന്ത്ര്യബോധവും ആത്മവിശ്വാസവും കേന്ദ്ര പ്രമേയമാക്കിയാണ് ഈ ഡോക്യുമെൻ്ററി മുന്നോട്ട് പോകുന്നത്. സമൂഹം സൃഷ്ടിക്കുന്ന പരിമിതികളെയും വ്യക്തിപരമായ ദുരിതങ്ങളെയും അതിജീവിച്ച് സ്വന്തം ജീവിതം സ്വയം നിർവചിക്കുന്ന സ്ത്രീകളുടെ പോരാട്ടവും വിജയവുമാണ് ഈ ചിത്രത്തിൻ്റെ പ്രധാന ആശയം. സ്ത്രീയെ സഹതാപത്തിൻ്റെ കണ്ണിലൂടെ കാണാതെ മാറ്റത്തിൻ്റെ ശക്തിയായിട്ടാണ് സംവിധായകൻ അവതരിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ശൈലി പരിശോധിച്ചാൽ 3 സ്ത്രീകളുടെ ജീവിതാനുഭവങ്ങളെ സമാന്തരമായി അവതരിപ്പിച്ചുകൊണ്ട് അവയ്ക്കിടയിൽ ഒരു ആശയപരമായ ബന്ധം സൃഷ്ടിക്കുന്ന രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അഭിമുഖങ്ങൾ, യഥാർത്ഥ ജീവിത ദൃശ്യങ്ങൾ എന്നിവയുടെയൊക്കെ ഒരു സംയോജനമാണ് ഇതിലെ അവതരണത്തിൻ്റെ പ്രധാന പ്രത്യേകത. പിന്നെ ഇതിലെ ഇടി, മിന്നൽ, മഴ എന്നീ പ്രകൃതി പ്രതിഭാസങ്ങൾ വെറും തലക്കെട്ടുകളല്ല, ഓരോ സ്ത്രീയുടെയും വ്യക്തിത്വത്തെയും ജീവിത സമരത്തെയും അടയാളപ്പെടുത്തുന്ന ശക്തമായ പ്രതീകങ്ങളാണ്. ഇടി എന്നത് ധൈര്യത്തെയും ശക്തിയെയും, അതുപോലെ മിന്നൽ പെട്ടെന്നുള്ള തിരിച്ചറിവിനെയും മാറ്റത്തെയും, മഴ എന്നത് പൊതുജീവിതത്തെയും പ്രത്യാശയുമൊക്കെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ഇതിൽ പ്രകൃതി ദൃശ്യങ്ങളെയും ദൈനംദിന ജീവിതത്തിലെ നിമിഷങ്ങളെയും ഒക്കെ സൂക്ഷ്മമായി പകർത്തിക്കൊണ്ട് വികാരങ്ങളെ സ്വാഭാവികമായി അവതരിപ്പിക്കുന്ന ഒരു ദൃശ്യഭാഷയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് വളരെ മനോഹരമായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അമിതമായിട്ടുള്ള നാടകീയതയൊക്കെ ഒഴിവാക്കി യാഥാർത്ഥ്യത്തിൻ്റെ സൗന്ദര്യമാണ് സംവിധായകൻ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദവിന്യാസത്തെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ പ്രകൃതി ശബ്ദങ്ങൾ, നിശബ്ദത, സംഭാഷണങ്ങൾ, പശ്ചാത്തല സംഗീതം എന്നിവയൊക്കെ ഇതിലെ ഈ കഥയുടെ വികാര തീവ്രത വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ശബ്ദം ഇവിടെ ഒരു അലങ്കാരമായിട്ടല്ല, ഈ കഥ പറച്ചിലിൻ്റെ ഒരു ഒഴിവാക്കാനാവാത്തൊരു ഘടകമായിട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ സ്വാഭാവികമായിട്ടുള്ള വെളിച്ചമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രകൃതിയുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഫ്രെയിമുകൾ, ക്ലോസപ്പ് ഷോട്ടുകളായാലും ലോങ് ഷോട്ടുകളായാലും ഇത് ചിത്രത്തിന് വളരെയധികം
ദൃശ്യ സൗന്ദര്യവും യാഥാർത്ഥ്യബോധവും നൽകുന്നതാണ്. ഓരോ ഫ്രെയിമും കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഉള്ളത്. 3 വ്യത്യസ്ത ജീവിതങ്ങളെ പ്രേക്ഷകനെ വളരെയധികം ആശയക്കുഴപ്പമില്ലാതെ ബന്ധിപ്പിക്കുന്ന വളരെ മിതത്വമുള്ളൊരു എഡിറ്റിംഗ് ആണ് ചിത്രത്തിലുള്ളത്. ദൃശ്യങ്ങൾ തമ്മിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ഒഴുക്കും അനുയോജ്യമായ താളവുമാണ് ചിത്രത്തിൻ്റെ ആസ്വാദ്യത വർദ്ധിപ്പിക്കുന്നത്. ഈ ഡോക്യുമെൻ്ററിക്ക് വളരെയധികം സാമൂഹിക പ്രസക്തി ഉണ്ട് കേട്ടോ. സ്ത്രീ ശാക്തീകരണം, ലിംഗസമത്വം, ആത്മാഭിമാനം, സ്വാതന്ത്ര്യം, മനുഷ്യൻ്റെ അതിജീവന ശേഷി എന്നീ വിഷയങ്ങളെ സമൂഹവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യാൻ ഈ ഡോക്യുമെൻ്ററി അവസരമൊരുക്കുന്നുണ്ട്. വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ വിശാലമായ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അവതരിപ്പിക്കുന്നതിലാണ് ഇതിൻ്റെ പ്രസക്തിയുള്ളത്. ഇത് ജീവിതത്തെ പ്രത്യാശയോടെ നേരിടുന്ന സ്ത്രീകളുടെ ആത്മവിശ്വാസത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു ദൃശ്യ സാക്ഷ്യമാണ് എന്ന് പറയാം. സമൂഹം സ്ത്രീകളെ എങ്ങനെ കാണണം എന്ന ചിന്തയ്ക്കും സ്ത്രീശക്തിയുടെ പുതിയ വായനയ്ക്കും ഈ ചിത്രം പ്രചോദനമാകുന്നു. യാഥാർത്ഥ്യവും കലാപരമായ അവതരണവും സമന്വയിപ്പിച്ച് ഡോക്യുമെൻ്ററി സമകാലിക മലയാള ഡോക്യുമെൻ്ററികളിലെ ശ്രദ്ധേയമായ സൃഷ്ടികളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു. ഈ സിനിമയ്ക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ അഭിനേതാക്കൾ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിലൊരു തിരക്കഥ ഉണ്ടാവും. ആ തിരക്കഥയെ കേന്ദ്രീകരിച്ചാണ് അതിൻ്റെ അവതരണം നടക്കുക. കച്ചവടത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. സാങ്കല്പികതയ്ക്കും ഭാവനയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഒരു വിഭാഗം സിനിമകളുടെ പ്രധാന ലക്ഷ്യം വിനോദമാണ്. കലാപരമായ ആവിഷ്കാരത്തിനും ഭാവനാ സൃഷ്ടിക്കുമൊക്കെ കൂടുതൽ സ്ഥാനം നൽകുന്നുണ്ട് എന്നതൊക്കെ ഫീച്ചർ സിനിമയുടെ പ്രത്യേകതകളാണ്. ഡോക്യുമെൻ്ററിയുടെ പ്രത്യേകതകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് യഥാർത്ഥ വ്യക്തികളെയും സംഭവങ്ങളെയും അവതരിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അറിവ് പകർന്നു നൽകൽ, സമൂഹത്തെ ബോധവൽക്കരിക്കുക തുടങ്ങിയവയൊക്കെയാണ്. ഇതിലെ യാഥാർത്ഥ്യത്തിനും വസ്തുതകൾക്കുമാണ് പ്രാധാന്യം നൽകുന്നത്. ഇതൊക്കെയാണ് ഡോക്യുമെൻ്ററിയുടെ സവിശേഷതകൾ. ഇതിൽ വസ്തുതകളെ കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ അവതരണം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതോടുകൂടെ ഈ പാഠഭാഗത്തിൻ്റെ വിശകലനം അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.